കൃഷ്ണഭഗവാൻ മാത്രമായിരുന്നു അപ്പോഴും അവർക്ക് ശരണം. അവസാനം ഭഗവാനിൽ ലയിച്ചു ചേരുകയും ചെയ്തു. നീണ്ട രാസലീലയുടെ പരിസമാപ്തി മാത്രമായിരുന്നു മരണം. ഗ്രാമം മുഴുവൻ ഒരു വലിയ കുടുംബമായിരുന്നു. കുട്ടികൾ ഭഗവാന്റേതായിരുന്നു. നിലാവുള്ള തെളിഞ്ഞ രാത്രികളിൽ ഉപവനങ്ങളിൽ ഗീതാഗോവിന്ദം പാടി നൃത്തമാടുക പതിവായിരുന്നു. ആർക്കും ആരോടും പകയോ വിദ്വേഷമോ ഇല്ലായിരുന്നു. എല്ലാവരും എല്ലാതും ഭഗവാന്റേതു മാത്രമായിരുന്നു. ആരും മറ്റാരുടെയും ആയിരുന്നില്ല. ഇന്ന് ഇതൊന്നുമല്ല അവസ്ഥ. പേരിന് പെൺകുട്ടികളെ ക്ഷേത്രത്തിൽ നടയിരുത്തുന്നു. പിന്നീടവരെ അച്ഛനമ്മമാർ വിലപേശി കന്നുകാലികളെപ്പോലെ വിൽക്കുന്നു. വിൽക്കപ്പെട്ടവർ പാപത്തിലൂടെ പണമുണ്ടാക്കുന്നു. ഭർത്താവായി ഒരാളെ വിലക്കുവാങ്ങാൻ ആ പണം ഉപയോഗിക്കുന്നു. പിന്നീട് ആ ഭർത്താവിന് വേണ്ടി പാപം ചെയ്യുന്നു. ഭർത്താവാകട്ടെ മദ്യപാനിയും നാണം കെട്ടവനുമായി തീരുന്നു. ലാഭേച്ഛ വച്ചുള്ള രാസലീല പാപമാണെന്ന് ഇന്ന് ആരും കരുതുന്നില്ല. ബെഹൻ പറഞ്ഞു. എല്ലാം ഭഗവാൻ കാണുന്നുണ്ട് ചെറിയമ്മേ, ഭാമ പതുക്കെ പറഞ്ഞു. അദ്ദേഹം എല്ലാം ശരിയാക്കും. ബെഹൻ നെടുവീർപ്പിട്ടു. തങ്ങൾ ഭഗവാന്മാരാണെന്ന് കരുതുന്ന പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞാണ് വരുന്നത്. അവരിലെ ഭഗവാൻ അവരുടെ കൺമുന്നിൽ തിരശീല പിടിച്ചിരിക്കുന്നു. നൃത്തവേദിയിൽ തെല്ലുനേരത്തേക്ക് വീണ്ടും നിശബ്ദത പരന്നു. ബെഹൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു. നിങ്ങളുടെ എല്ലാം കാര്യങ്ങൾ ഞാൻ നോക്കിയിരുന്ന പോലെ തന്നെ ഇനി ഭാമ നോക്കും. ഈ മാസാവസാനത്തോടെ ഞാൻ യാത്രയാവും. അത്രയും നേരം മിണ്ടാതിരുന്ന രാധിക ചോദിച്ചു. ഈ വീട് എത്ര കാലം ഇനി നിലനിൽക്കും ചെറിയമ്മേ? അവൾ ഒന്നും ചോദിക്കാറില്ല. അവളോട് ആര് എന്ത് ചോദിച്ചാലും അവൾ ചിരിക്കുകയേയുള്ളൂ. നിരന്തരമായ വിഷാദമാണ് ആഴമുള്ള കണ്ണുകളിലെ ഭാവം. എന്തേ ചോദിക്കാൻ? ഇങ്ങനെയൊരു സ്ഥലമുണ്ടെന്നു തന്നെ ഇപ്പോഴേ ഏറെ ആരും അറിയുന്നില്ല എന്ന സ്ഥിതിയല്ലേ? ഭഗവാൻ അറിഞ്ഞാൽ പോരെ? സേഠ്ജിയുടെ ദയാവായ്പ കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുമല്ലേ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്? അങ്ങനെയല്ലേ വേണ്ടത്? സേഠ്ജി ഭഗവാനിൽ ലയിച്ചാൽ ഇവിടുത്തെ കഥ എന്താവും ചെറിയമ്മേ? ഭഗവാൻ അപ്പോഴും ഉണ്ടല്ലോ. പക്ഷേ നമ്മളെന്തിന് പിന്നെ ഈ നശിച്ച നഗരത്തിൽ കിടക്കണം? രാധികേ,